45 പേരുടെ ജീവനെടുത്ത തേക്കടി ബോട്ട് അപകട കേസിൽ വിചാരണ നാളെ തുടങ്ങും. തൊടുപുഴ 4ാം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വിസ്താരം. അപകടം നടന്ന് 15 വർഷത്തിന് ശേഷമാണ് കേസിന്റെ വിചാരണ ആരംഭിക്കുന്നത്. 2009 സെപ്റ്റംബർ 30-നായിരുന്നു നാടിന് നടുക്കിയ തേക്കടി ബോട്ട് അപകടമുണ്ടായത്. KTDCയുടെ ജലകന്യക എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. 75 പേർക്ക് കയറാവുന്ന ബോട്ടിൽ 95 പേരെ കയറ്റിയതും ബോട്ടിന്റെ അശാസ്ത്രീയ നിർമ്മാണവും സർവീസിന് അനുമതി നൽകിയതിലെ പാളിച്ചയുമാണ് അപകടത്തിന് വഴിയൊരുക്കിയത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് അപകടത്തിൽപ്പെട്ടത്. മരിച്ച 45 പേരിൽ 13 കുട്ടികളുമുണ്ട്. 6 പേർ പ്രതികളായ കേസിൽ ആകെ 309 സാക്ഷികളാണുള്ളത്. ആദ്യം നിയമിക്കപ്പെട്ട 2 സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ സ്ഥാനമൊഴിഞ്ഞതും കേസ് നടത്തിപ്പിന് വെല്ലുവിളിയായി. നാവിഗേഷന് പറ്റാത്ത ബോട്ട്, ഒരു കാരണവശാലും വെള്ളത്തിലിറക്കാൻ കൊള്ളാത്ത ബോട്ട്, ചെരുവുള്ള ബോട്ട്, ഓടിക്കുമ്പോൾ വിറയിലുള്ള ബോട്ട്, സേഫ്റ്റി മെഷേഴ്സ് ഇല്ലാത്ത ബോട്ട്, അങ്ങനെ എന്താവശ്യമുണ്ടോ അതൊന്നുമില്ലാത്ത ബോട്ട് ഓടിക്കാൻ അനുവദിച്ച് അത് മറിയാനിടയാക്കി ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് അതിങ്ങനെ നീണ്ടുപോയത്, അതിന് വിസ്താരം നീണ്ടുപോയത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ബോട്ട് ഡ്രൈവർ വിക്ടർ സാമുവൽ, ലാസ്കർ അനീഷ് എന്നിവരാണ് 1ഉം 2ഉം പ്രതികൾ. വനംവകുപ്പ് ജീവനക്കാരനായ വി പ്രകാശ്, ബോട്ട് രൂപകൽപ്പന ചെയ്ത NA ഗിരി, മുൻ ചീഫ് ഇൻസ്പെക്ടർ ഓഫ് ബോട്ട്സ് M മാത്യൂസ്, ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി മെക്കാനിക്കൽ എഞ്ചിനീയർ മനോജ് മാത്യു എന്നിവരാണ് മറ്റ് പ്രതികൾ. 2019-ലാണ് 4222 പേജുള്ള കുറ്റപത്രം ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചത്. മീഡിയ 1, ഇടുക്കി.